السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ആദ്യമായി ഇതുപോലെ വളരെ ബൃഹത്തായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എല്ലാ വർഷവും നടത്തുന്ന ഈ റിസർച്ച് കാർണിവൽ, അതിൻ്റെ സംഘാടകർ ഈ പ്രോഗ്രാമിനൊക്കെ ആശംസകൾ അറിയിക്കുന്നു. നമുക്ക് സമയം വളരെ പരിമിതമായതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളിലേക്കോ മറ്റൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ ട്രഡീഷണൽ സ്കോളേഴ്സിൻ്റെ ലിറ്ററേച്ചറുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻസുകൾ അത് കൂടുതൽ പഠനവിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത കാലത്താണ് നമ്മുടെ ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ഇവിടുത്തെ ഉലമാക്കളുടെ ഫത്വ, അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ, അതിൻ്റെ സമകാലിക പ്രസക്തി, അതിനെ കർമ്മശാസ്ത്രപരമായിട്ട് ഏത് രീതിയിൽ വായിക്കാം, അതിൻ്റെ നിദാനശാസ്ത്ര പ്രത്യാഘാതങ്ങൾ, ഈ വക വിഷയങ്ങളൊക്കെ ഇപ്പോഴാണ് പഠിച്ചു വരുന്നത്. നേരത്തെ പല കൊളോണിയൽ റൈറ്റേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് റൈറ്റേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉലമാക്കളുടെ പൊസിഷനെ കുറിച്ച്, അവരുടെ ഫ്രീഡം സ്ട്രഗിളിലും മറ്റുമുള്ള ഇൻവോൾവ്മെന്റിനെ കുറിച്ച്, അവരുടെ ഫത്വകളെ കുറിച്ചൊക്കെ വളരെ വ്യാപകമായ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അസംഷനുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കേരളത്തിലെ ഈ അപകൊളനീകരണത്തിന്റെ ആന്റി കൊളോണിയൽ ആക്ടിവിറ്റീസുകളുടെ പല ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യ ഘട്ടം നമ്മളൊക്കെ എല്ലാവരും അറിയുന്ന മഖ്ദൂമുമാരുടെ ഉള്ള കാലത്ത്, സമോറിൻസ് അധികാരത്തിലുള്ള കാലത്ത് പുറത്തുനിന്ന് വന്ന എക്സ്റ്റേണൽ ആളുകളെ എതിർക്കാൻ, അവർക്കെതിരെ ജിഹാദ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നിരവധി ടെക്സ്റ്റുകൾ, അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ നേരത്തെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതല്ല കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അവസാന കാലഘട്ടത്ത് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ അവസാന കാലഘട്ടത്തിലായെങ്കിൽ ഉലമാക്കളുടെ പൊസിഷനിലൊക്കെ വളരെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചരിത്രം, മറ്റു കാര്യങ്ങൾ, അതിന്റെ രചനകളെ ഫത്വകളൊക്കെ ഇൻഷാ അല്ലാഹ് അതിന്റെ എക്സ്പെർട്ടാണ് മൊയ്ൻ ഹുദവി. അപ്പൊ അദ്ദേഹം അത് ഇവിടെ പറയും. അതുമായി ബന്ധപ്പെട്ട ഫിഖ്ഹിയായ പെർസ്പെക്റ്റീവുകൾ, അല്ലെങ്കിൽ അതിനെ ഉസൂൽ ഫിഖിന്റെ പരമായിട്ട് ഏത് രീതിയിൽ നമ്മൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം, നിലവിലുള്ള പസിലുകൾക്ക് അതെങ്ങനെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് അവതരിപ്പിക്കാം എന്നൊരു പെർസ്പെക്റ്റീവ് ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യും. കൂടുതലായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കൊക്കെ അറിയുന്നത് പോലെ പോർച്ചുഗീസുകാര് മറ്റുള്ള ആളുകളൊക്കെ വന്നപ്പോൾ ഇവിടെയുള്ള എല്ലാ ഉലമാക്കളും അതിനെതിരായിരുന്നു. ഇഷ്ടംപോലെ രചനകൾ, ഫത്വകൾ അതിനെതിരെ വന്നു. തൗബത്തുൽ മുജാഹിദീൻ അടക്കം, ഖസീദത്തുൽ ജിഹാദ് അടക്കം, ഫത്വൽ മുബീൻ അടക്കമുള്ള കാലിമുത്തിൻ്റെയും മഖ്ദൂമുമാരുടെ, സീനിയർ മഖ്ദൂമിൻ്റെയും ജൂനിയർ മഖ്ദൂമിൻ്റെയും ഒക്കെ രചനകൾ വന്നു. അപ്പൊ അതിലൊന്നും ഒരേ തർക്കമില്ല. എല്ലാവരും അതിൽ വളരെ കൃത്യമായിട്ട് ആന്റി കൊളോണിയൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തിരുന്നു. എന്നാൽ ഇവിടെ കൺസേൺ വരിക ലേറ്റർ ബ്രിട്ടീഷ് പീരീഡിൽ, എസ്പെഷ്യലി 1921 ആ കാലഘട്ടത്തിലും അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടത്തിലും ഉലമാക്കളുടെ പൊസിഷനിൽ ഈവൻ മഖ്ദൂം പാരമ്പര്യത്തിൽ വരുന്ന പണ്ഡിതന്മാർ പോലും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് ഫത്വ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിരുന്നു. ഇന്നിപ്പോൾ ജനറലായിട്ട് അവരൊക്കെ ബ്രിട്ടീഷ് അനുകൂലികളാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അത് ശരിക്കും ശരിയില്ല. ഇഷ്ടംപോലെ ഫത്വകൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഇപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന ഒരു ഫത്വനെ കുറിച്ച് ഇപ്പോഴത്തെ ഒരു പുതിയൊരു ഫത്വ കെ കുറിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. 1921 കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ വന്ന ഫത്വ. അപ്പോൾ അവിടെ ശരിക്ക് ഒരൊറ്റ എലമെന്റ് അല്ല വർക്കൗട്ട് ആവുന്നത് ഈ വന്ന ഫത്വകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ. കാരണം ലോക്കൽ എലമെന്റ്സുകൾ ഉണ്ട്, അതേപോലെ അന്താരാഷ്ട്ര എലമെന്റ്സുകളും ഇതിലുണ്ട്. അഥവാ പ്രത്യേകിച്ച് ഖിലാഫത്ത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കേസുകൾ, ഒട്ടോമൻ ഖലീഫമാരെ അംഗീകരിക്കുന്നവരായിരുന്നു കേരളത്തിലുള്ള ആളുകള്. അത് നേരത്തെ ഫത്വുൽ മുബീനിലൊക്കെ കാലി സൂചിപ്പിക്കുന്നുണ്ട്. സമോരിൻ അദ്ദേഹത്തിന്റെ മഹത്വം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മഹത്വമായിട്ട് പറയുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ നേതാവായിട്ട് ഒട്ടോമൻ ഖലീഫയെ അംഗീകരിക്കാനുള്ള പെർമിഷൻ, ഖുത്ബകളിലൊക്കെ അവരുടെ പേരുച്ചരിക്കാനുള്ള ഒരു പെർമിഷൻ തരുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒട്ടോമൻ ഖലീഫയുമായിട്ട് നമുക്ക് 2 അഫിലിയേഷൻസ് ഉണ്ടായിരുന്നു. അത് വളരെ രസകരമായിട്ടുള്ളൊരു സാധനമാണ്. ഇന്നിപ്പോൾ സാധാരണ വരുന്ന നാഷണാലിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ചയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റയാണിത്. അഥവാ നാഷണാലിസം ഇന്ത്യയിലൊക്കെ ഇപ്പം അതാണല്ലോ മുസ്ലിം നാഷണാലിസം. നമ്മുടെ ലൊയാലിറ്റി ഇന്ത്യനോടാണോ അല്ലെങ്കിൽ ഇസ്ലാമിനോടാണോ മുസ്ലിങ്ങളോടാണോ
എന്ന ഒരു ചോദ്യം സാധാരണ വരാറുണ്ട്. അപ്പൊ അന്നൊക്കെ വളരെ 100% നമ്മൾ കേരളക്കാരായി സമൂഹത്തിന് കീഴിൽ നമ്മൾ യുദ്ധം ചെയ്തു, അവരുടെ അഡ്മിനിസ്ട്രേറ്ററിന് കീഴിൽ നമ്മൾ നിന്നു. എന്നാൽ അതോടൊപ്പം തുർക്കി ഖിലാഫത്തിനുള്ള ഒരു ലയാലിറ്റി നമ്മളെ ഫത്വകളിൽ റിലീജിയസ് ആസ്പെക്റ്റിൽ അവരെ നമ്മൾ അംഗീകരിക്കുകയും അത് അംഗീകരിക്കാൻ സമൂഹം നമ്മൾ അനുവദിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കേരളത്തിലുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് 1920-കളിലും മറ്റുമൊക്കെ നടക്കുന്ന ഇവിടെ അന്ന് ഖിലാഫത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഫാത്തിഹോദി ദ്വാരക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇവിടെ പ്രാർത്ഥനകൾ നടന്നിരുന്നു. നിസ്കാര ശേഷം ഫാത്തിഹ ഓതിയിട്ട് നമ്മളെ ഖിലാഫത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തിരുന്നു, തുർക്കി ഖിലാഫത്ത് വേണ്ടിയിട്ട്. അപ്പല്ലോ ഇവിടെയുള്ള അതോറിറ്റിക്ക് നമ്മൾ ഒരു ലോയാലിറ്റി കൊടുക്കുന്നതോടൊപ്പം ഇങ്ങനെ ഇസ്ലാമിക് ആയിട്ട് മില്ല ഇസ്ലാമിയ, ഉമ്മ ഇസ്ലാമിയ എന്ന ഒരു പെർസ്പെക്റ്റീവിലും നമ്മൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തിന് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പീരീഡില് പല ഉലമാക്കളും എസ്പെഷ്യലി 1921 ശേഷം ധാരാളം ഉലമാക്കള് എന്തായി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ തള്ളിപ്പറയുകയും നമ്മൾ സമാധാനത്തെക്കുറിച്ച് ഇവിടെ പ്രഭാഷണങ്ങള് ഖുതുബകള് ഒക്കെ വരികയും ചെയ്തു. എന്തിനേറെ ഖിലാഫത്ത് ശരിയില്ല എന്ന പ്രമേയങ്ങൾ വെച്ചിട്ടുള്ള ഫത്വകളും റിസാലകളും ഇവിടെ കേരളത്തിൽ വന്നു. തുർക്കി ഖിലാഫത്ത് പോലും ശരിയില്ല, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട, ഇവിടെ ഉള്ള ഭരണത്തിനനുസരിച്ച് പൊയ്ക്കോളി എന്ന രീതിയിൽ വന്നു. അപ്പൊ അതിൻ്റെ ഒരു ആകത്തുക ഫിഖിയായിട്ട് നോക്കുമ്പോൾ വരുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഈ ബ്രിട്ടീഷിന്റെ ലേറ്റർ പീരീഡ് ആയപ്പോത്തിന് ഇവിടെ ടിപ്പു വന്നു, ഇവിടെയുള്ള ഹിന്ദു കിങ്ഡംസ് ഒക്കെ എന്തായി തകരുന്നുണ്ട്. പിന്നീട് ഇവിടെ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി കൃത്യമായിട്ടില്ല. ആ വേക്കം നികത്തുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇവിടുത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ബ്രിട്ടീഷായി മാറിയിരുന്നു. അപ്പൊ ഈ ഒരു സമയത്തായിരുന്നു പ്രധാനമായിട്ടും ഈ വന്ന ഫത്വകളൊക്കെ വരുന്നത്. അപ്പോൾ സൊസൈറ്റിയുടെ സെക്യൂരിറ്റി, മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്മത്ത് അല്ലെങ്കിൽ അവരുടെ രക്തം സംരക്ഷിക്കുക, ജീവൻ സംരക്ഷിക്കുക, അവരുടെ സ്വത്ത് സംരക്ഷിക്കുക എന്നൊക്കെയുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ചിന്തിക്കുന്ന, സൊസൈറ്റിയെ കുറിച്ച് പ്രാക്ടിക്കലായിട്ട് കൂടുതൽ ചിന്തിക്കുന്ന കുറെ ആളുകൾ അന്ന് ഫത്വ കൊടുത്തു. ഗവൺമെന്റിനെ അംഗീകരിക്കണം, ബ്രിട്ടീഷാണ് നമ്മുടെ ഗവൺമെന്റ് എന്ന രീതിയിലുള്ള ഫത്വകൾ കൊടുത്തു. മറ്റു ചില ഉലമാക്കള് എന്താണ്, അവരിപ്പോഴും നേരത്തെ വന്ന ഒരു ആന്റി കൊളോണിയൽ മൂഡ് അഥവാ നമ്മുടെ രാജ്യം കീഴടക്കിയവരാണ്, അവരെ എങ്ങനെയൊക്കെ ശക്തരായാലും അവർ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു ദാറുൽ ഇസ്ലാം കുഫാരികൾ പിടിച്ചടക്കിയിട്ട് കുഫറായി മാറിയാലും അത് ദാറുൽ ഇസ്ലാം തന്നെയാണ് എന്നാണ് ഷാഫി മതപരക മുത്തമതായ അഭിപ്രായം. ഇനി കുഫാരികളുടെ എല്ലാ അലാമത്ത് വന്നാലും അത് ബിൽകുവ ദാറുൽ ഇസ്ലാമാണ്, അത് ബിൽഫിൽ ദാറുൽ കുഫറായി മാറിയാലും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദാറുൽ ഇസ്ലാമിന് മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും അപ്പൊ വരും. അപ്പൊ ആ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുന്ന പണ്ഡിതന്മാരാണ് അന്ന് പിന്നെയും എന്താവുന്നത് ആന്റി കൊളോണിയൽ ആയിട്ടുള്ള സമരങ്ങളെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിൽ വന്ന രചനകള് അല്ലെങ്കിൽ ഉലമാക്കളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഒക്കെ ഇൻഷാ അല്ലാഹ് മൊയ്ൻ ഹുദവി വളരെ ബ്രീഫായിട്ട് അവതരിപ്പിക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കമന്റ് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നീട് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് ഉലമാക്കൾ ഈ ആൻറ്റി കൊളോണിയൽ വിഷയത്തിൽ നിലപാടുകൾ മാറുന്നുണ്ടോ? ആദ്യ കാലഘട്ടത്തിലെ ഒരു നിലപാടും പിന്നീട് ഒരു നിലപാട് 21 മറ്റൊരു നിലപാടിലേക്കും പോകുന്നുണ്ടോ? അങ്ങനെയാണോ നമ്മളിതിനെ കാണേണ്ടത്? അല്ലെങ്കിൽ ഫത്വകളാകുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. സ്വാഭാവികമായിട്ടും അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ പഠിക്കും, അന്നത്തെ ഭരണകൂടങ്ങളുടെ നിലപാടുകൾ പഠിക്കും, അതിനോടുള്ള പ്രതികരണം. അപ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഉലമയുടെ സമീപന നിലപാടുകളും മാറും. ആ രീതിയിൽ നമുക്ക് സമീപിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വിഷയം. ഞാനൊന്ന് സംഗ്രഹിച്ച് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലി എൻ്റെ ഒരു സംഭവം ചുരുക്കി പറയാം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു വിഷയത്തെ നമ്മൾ ഈ കൊളോണിയലിസത്തിൻ്റെ ആരംഭഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഖ്ദൂമുമാരുടെ ഘട്ടത്തിൽ, പോർച്ചുഗീസുകാരുടെ ഒരു ഘട്ടം, ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ ഓൾറെഡി നല്ലൊരു ഭരണം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സമോറിൻസ് ഇവിടെ ഉണ്ട്. അവരെ ഭരണാധികാരികളായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള മുസ്ലിംസ് ജീവിക്കുന്നത്. ഉലമ അവരോട് ചേർന്ന് നിന്നിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പുറത്തുനിന്ന് ഒരു കടന്നാക്രമണം ഉണ്ടാകുന്നു.
സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഭരണകൂടത്തോട് ചേർന്ന് നിന്ന്, അതാണ് ഇവിടെ വ്യവസ്ഥാപിതമായ ഭരണ സംവിധാനം, അവരോട് ചേർന്ന് നിന്ന് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെയുള്ള ഉലമ നിലകൊള്ളുന്നത്. മാത്രമല്ല മറ്റുള്ളവരെ ഒരു ക്രൂസൈഡിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ ആയത് കണ്ടതുകൊണ്ടും ഒരു ശക്തമായ മുസ്ലിം വിരുദ്ധത അന്ന് ആളിപ്പടരുകയും ചെയ്തു. പള്ളികൾ ആക്രമിക്കുന്നു, മുസ്ലിങ്ങൾ എവിടെ കണ്ടാൽ ആക്രമിക്കുന്നു, ഹജ്ജിന് പോകുന്നവരെ മുക്കിക്കൊല്ലുന്നു. സ്വാഭാവികമായിട്ടും അത്രമാത്രം ഒരു വളരെ രൂക്ഷമായൊരു സാഹചര്യമാണ്. അതൊരു ജിഹാദിൻ്റെ കൺസെപ്റ്റിലൂടെയാണ് അവരിതിനെ കാണുന്നത്. അതുകൊണ്ടാണ് തുഫത്തുൽ മുജാഹിദീന് വരുന്നതും ഫതുഹുൽ മുബീൻ സംഭവങ്ങളൊക്കെ വരുന്നതും അന്ന് കൃത്യമായ ഒരു ജിഹാദ് കൺസെപ്റ്റിലൂടെ തന്നെ സമീപിച്ചു. ഇനി അവിടുന്ന് പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക്, പോർച്ചുഗീസ് ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇനി ഇവിടെ ഒരു ചർച്ച വരുന്നത് പോർച്ചുഗീസുകാരെ ഇവിടുത്തെ ഔദ്യോഗിക ഭരണാധികാരികളായിട്ട് ജനങ്ങൾ കണ്ടിരുന്നോ എന്നുള്ളതാണ്. കൂടുതലായിട്ട് ആളുകളും ഇവിടെ സമോറിസിൻ്റെ ഭരണകൂടം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർ ഒരു വന്ന അക്രമകാരികളായിട്ടാണ് ഇതിനെ സമീപിച്ചിരുന്നത്. ഒരു ഭരണാധികാരികളായിട്ട് അതിനെ സമീപിച്ചിരുന്നില്ല. അതാണ് നമുക്ക് ഉലമാക്കളുടെ നിലപാടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഡച്ച് കാലത്തേക്ക് വരുമ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ നിലപാടുകൾ കുറേ മാറ്റങ്ങൾ വരുന്നു. ഇത്രമാത്രം രൂക്ഷത നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് കണ്ടതുപോലെയുള്ള വലിയ യുദ്ധങ്ങളോ സാധനങ്ങളോ അത്രമാത്രം നമ്മൾ ആ ഘട്ടത്തിൽ കാണുന്നില്ല. പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. അതിൻ്റെ മുമ്പ് ഇവിടെ മൈസൂർ സുൽത്താൻമാർ വരുന്നു. മൈസൂർ സുൽത്താൻമാർ വരുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. പക്ഷെ അതേ ഘട്ടത്തിൽ ഇവിടെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോയാൽ ഐദുറസ് കുട്ടി മൂപ്പൻ, അല്ലേ? ഐദുറസ് കുട്ടി മൂപ്പൻ ടിപ്പുവിനോട് യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായ ആളാണ്. ഇതേപോലെ നമ്മൾ മലപ്പുറത്ത് ഇവിടെ തന്നെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്ത് കുരുക്കന്മാരുണ്ടാകുന്നുണ്ട്. ഇവിടെ പല ഭാഗത്തും ഇതേപോലെ ടിപ്പുവിൻ്റെ സൈന്യത്തോട് യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായ ആളുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിനെ തുടർന്ന് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവിടുത്തെ രക്തസാക്ഷികൾ അത് എങ്ങനെ കണ്ടു എന്നുള്ളത് മറ്റൊരു ഡിസ്കഷനാണ്. മലബാറിലെ രക്തസാക്ഷികളുടെ ഒരു നീണ്ടൊരു ഹിസ്റ്ററിയെ തന്നെ കാണുന്നുണ്ട്, വലിയ അർത്ഥത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടെ 1792 കൂടിയിട്ട് ടിപ്പുവിൽ നിന്ന് അധികാരം ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് മാറുന്നു. ഇതോട് കൂട്ടിയിട്ട് സമോറിൻസ് മൊത്തം ഈ കോഴിക്കോട് ഉള്ള സമോറിൻ ഔദ്യോഗികമായിട്ടുണ്ടായിരുന്ന ആൾ ആത്മഹത്യ ചെയ്യുന്നു. മറ്റുള്ള പലരും ഓടിപ്പോകുന്നു. ജന്മികളായിട്ടുള്ളവർ പൂർണ്ണമായിട്ടും അധികാരം ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് മാറുന്നു. അതാണ് അപ്പോൾ സംഭവിക്കുന്നത്. അവിടെ തന്നെ പിന്നീട് ഉലമാക്കളുടെ കാര്യത്തിൽ അവിടെ പിന്നീട് അന്ന് പിന്നെ നമ്മുടെ മമ്പ്രതങ്ങന്മാരുടെ കാലത്തെയാണ് കാണുന്നത്. മമ്പ്രതങ്ങന്മാരുടെ കാലത്ത് ഇതിനോടുള്ളൊരു സമീപനം എന്തായിരുന്നോ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനാണ്. നമുക്ക് മുൻകാലത്തുണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള സമീപനം തന്നെയാണ് അക്കാലത്ത് കാണുന്നത്. അന്ന് ഭരണകൂടമായിട്ട് ഇത് ഇപ്പോൾ നമ്മൾ 1805-6 കാലഘട്ടത്തിലാണ് നമ്മളെ ഉമർ ഖാലിയുടെ ടാക്സിനെതിരെയുള്ള ഒരു സമരം ഉണ്ടല്ലോ. ടാക്സ് നൽകൂല അള്ളാഹുവിൻ്റെ ഭൂമിക്ക്, ആ ഒരു സാധനം വരുന്നത് 1805-4-5 കാലഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ മലബാറിൻ്റെ ഭരണം ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് പോയതിന് തൊട്ടുടനെയാണ് എന്നർത്ഥം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറയുന്നത് ഓരോന്നിലും ആ സന്ദർഭങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ടിപ്പുവിൻ്റെ കരങ്ങളിൽ നിന്ന് അധികാരം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഊന്നൽ ടിപ്പുവിനെ സപ്പോർട്ട് ചെയ്തവരെ പരമാവധി പീഡിപ്പിക്കുക, ബുദ്ധിമുട്ടാക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈ ടാക്സേഷൻ, ചില ഏരിയകളിൽ ഇമ്പോസ്ഡ് ആയിട്ടുള്ള വലിയ കുടിശ്ശിക വെച്ചുകൊണ്ട് ടാക്സുകൾ ചുമത്തുന്നുണ്ട്. അവരെ പല അർത്ഥത്തിൽ ബുദ്ധിമുട്ടാക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത് പോലെയുള്ള ടാക്സ് സാധനങ്ങൾ ഓക്കെ, അതിലപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഹൈ ടാക്സേഷൻ ഇമ്പോസ് ചെയ്താൽ ഞങ്ങളത് തരൂല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഉമർ ഖാലിയുടെ ഭാഗത്ത് നിന്നുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ പിന്നീട് മമ്പ്രതങ്ങന്മാരുടെ നിലപാടും ഫളിതങ്ങളുടെ നിലപാടുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവരൊന്നും ഒരു അധികാരത്തെ തകർത്തെറിയുക എന്നുള്ളതിനപ്പുറത്ത് അതത് കാലത്ത് ഇവിടുത്തെ മുസ്ലിം ജീവിതത്തിന് വിരുദ്ധമായിട്ടുണ്ടാകുന്ന നിലപാടുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നോക്കിയാൽ ഈ ഘട്ടത്തിലെ കൃത്യമായ രചനകൾ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ സെയ്ഫുൽ ബത്താർ പറയുമ്പോഴും അത് സെയ്ദ് ഫളിൽ പൂക്കോയത്തങ്ങൾ ഒരു അബ്ദുൽ ബാരി അഹ്ദൽ എന്ന് പറയുന്ന ഒരു പുറത്തുള്ള സ്കോളറുമായിട്ട് നടത്തുന്ന ഫത്വകളുടെ അവിടുത്തെ സാഹചര്യവും ഇവിടുത്തെ കാര്യം മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള പ്രതികരണമായിട്ടാണ് കാണുന്നത്. ഉദ്ദത്തുൽ ഉംറയാകുമ്പോഴും അതും പുറത്തുള്ളൊരു സാഹചര്യം, അന്നത്തെ ഒട്ടോമൻ ഉസ്മാനി പരിസരങ്ങളിലോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ കൃത്യമായിട്ടുള്ള പരാമർശങ്ങളൊന്നും ഇതിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇവരുടെ നിലപാടുകൾ ഇവിടെ നമ്മൾ
മുട്ടിച്ചിറ, മറ്റേ ചേറൂർ യുദ്ധങ്ങൾ, സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരെ തദ്ദേശീയ ജന്മികളും അവരോട് ചേർന്ന് നിന്നിട്ട് ബ്രിട്ടീഷുകാരും ഒരു വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രചോദനങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ സെയ്ദ് ഫضൽ പൂക്കോയ തങ്ങളൊക്കെ അറസ്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ വിശദമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഓൽ പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു തെളിവ് പോലും കിട്ടുന്നില്ല, ഡയറക്റ്റ് ആയിട്ട്. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എവിടെന്നെങ്കിലും ഇപ്പം മട്ടന്നൂർ യുദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ കൊളത്തൂർ യുദ്ധത്തിൽ നിന്ന് ഒരാളെ പിടിക്കപ്പെടുമ്പോൾ അയാളുടെ കയ്യിലുള്ള വാള് അതിൽ ചിലപ്പോൾ മമ്പറന്നങ്ങന്മാരുടെ എന്തോ എഴുത്തോ അല്ലെങ്കിൽ അയാളുടെ കഴുത്തിൽ നിന്ന് ഒരു ഉറുക്കോ കിട്ടുന്നു, അയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് മമ്പറത്തുനിന്ന് കിട്ടിയെന്ന് മനസ്സിലാവുന്നു. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇവരെ അണികൾ ഈ ഒരു ആവേശമായിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി മമ്പറത്ത് നിരന്തരമായിട്ട് വന്നിരുന്നു. ഇവരിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ജന്മി നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ജന്മികളുടെ ഭാഗത്ത് നിന്ന് വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരെ, ജീവിത സ്വാതന്ത്ര്യത്തിനെതിരെ ഉണ്ടാകുന്ന നിലപാടുകളോട് ശക്തമായ പ്രതിഷേധം ആയിട്ട് നമുക്ക് ഇവരുടെ നിലപാടുകളെ കാണാൻ പറ്റും. മാത്രമല്ല ഇവരെ ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ശത്രുക്കളായിട്ട് മമ്രതങ്ങളെയും ഫലിതങ്ങളെയും പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ അവരെ നാട് കടത്താനുള്ള പദ്ധതികൾ ഉണ്ടാകുന്നുണ്ട്. അത് ഇവരുടെ സാന്നിധ്യം തന്നെ എന്തായിരുന്നു ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയായിരുന്നു. കാരണം അതുവരെ സംഘടിതമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷെ മമ്രതങ്ങന്മാർ വരുന്നതോടുകൂടി ഈ എല്ലാ സ്കാറ്റേഡായി കിടക്കുന്ന ആളുകളും പ്രത്യേകിച്ച് ദളിത് കമ്മ്യൂണിറ്റികളടക്കം സംഘടിതരാകുന്നു, തങ്ങൾക്കൊരു ലീഡർഷിപ്പ് വന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഈ സെയ്ദ്സിന്റെ സാന്നിധ്യം തന്നെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാകുന്നു. അതുകൊണ്ടാണ് 1802, 1803, 4 കാലഘട്ടത്തിൽ തന്നെ അതാ ബ്രിട്ടീഷ് ഭരണകൂടം വന്ന് 10 വർഷം കഴിയുന്നതിന് മുമ്പ് മമ്രതകളെ നാട് കടത്താൻ ബ്രിട്ടീഷുകാർ പദ്ധതികൾ ഇടുന്നത്. അത് ഇവരുടെ സാന്നിധ്യത്തെ ബ്രിട്ടീഷുകാർ പേടിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യ കാലഘട്ടത്തിലെ നിലപാടുകൾ പോലെയല്ല ഈ രണ്ടാമത്തെ ഘട്ടത്തിലുണ്ടാകുന്നത്, മൂന്നാമത്തെ ഘട്ടത്തിലുണ്ടാകുന്നത്. ഇനി ഇത് വെച്ചിട്ട് ഇനി പിന്നോട്ട് പോകാൻ 1800 ഫലിതങ്ങളെ നാട് കടത്തപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകാം. പിന്നീട് 1920 വരെ ഇവിടുത്തെ സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ കുടിയൊഴിപ്പിക്കലുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. 1990 അവസാനത്തിലാകുമ്പോഴേക്ക് ഈ നിരന്തരമായിട്ട് ഇവിടുത്തെ താഴ്ന്ന വിഭാഗങ്ങൾ അല്ലെ മാപ്പിളമാരും പ്രത്യേകിച്ച് ഏറനാട്, വള്ളവനാട് ഭാഗത്ത് നിന്ന് ഈ പ്രയാസങ്ങൾ അവരോട് ബ്രിട്ടീഷുകാരോട് പറയുന്നുണ്ട്. പക്ഷെ അവർ ചെവി കൊള്ളുന്നില്ല. കാരണം ഇവരുടെ വോയിസുകൾ കേൾക്കേണ്ട ആവശ്യമില്ല, തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ജന്മികളുടെ ആവശ്യങ്ങളോട് പ്രതികരിച്ചാൽ മതി എന്നുള്ള നിലപാടിലാണ് അവരുണ്ടാകുന്നത്. അതുകൊണ്ട് ഓരോ വർഷവും കുടിയൊഴിപ്പിക്കൽ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിനോടുള്ള ഒരു ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഒരു എക്സ്പ്ലോഷൻ ആയിട്ടാണ് 1920-21 കാലഘട്ടത്തിലെ സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാം 1800 അവസാനത്തിൽ നോക്കുമ്പോൾ ഇവിടുത്തെ ഈ മമ്പർ സെയ്ദ് ഫضൽ പൂക്കോയ തങ്ങളെ നാട് കടത്തപ്പെട്ട് ഉമർ ഖാദിയൊക്കെ മരിച്ചതിന് ശേഷം ഓരോ മൂപ്പന്മാരുടെ ഒരു നേതൃത്വമാണ് ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഓരോ നാട്ടിലെയും ഈ ലോക്കാലിറ്റികൾ പ്രധാനമാണ്. അത് ഇന്നത്തെ പോലെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരു നാഷണൽ ഒരു കൺസെപ്റ്റ് അന്നില്ല, അല്ലെങ്കിൽ ഒരു വിപുലമായിട്ടൊരു കൺസെപ്റ്റ് ഇല്ല. ഓരോ ദേശങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ആലിം ഉലമ, അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന സാധാരണക്കാർ, അപ്പോൾ അദ്ദേഹം ഫത്വ നൽകുന്നത് ഇവർക്കാണ്. കാരണം അന്നത്തെ അവിടുത്തെ സാഹചര്യങ്ങൾ അതായിരിക്കും. അപ്പോൾ അവരോടുള്ള ഒരു സംസാരമായിട്ട് ഈ ഉലമ അവരുടെ മുമ്പിലുള്ള ടീം, ആ രീതിയിലാണ് 1800 അവസാനത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവിടെയാണ് ഈ കുടിയാൻ സംഘങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അവരൊരിക്കലും അവരുടെ വേദനകളെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള നിലപാടുകൾ ഉണ്ടാകുന്നില്ല. അവിടെയാണ് മഞ്ചേരി യുദ്ധവും മണ്ണാർക്കാട് യുദ്ധം പോലെയുള്ള കൊച്ചു യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. അതിൽ 40-100 കണക്കിന് ആളുകൾ വധിക്കപ്പെടുന്നു. ഇതിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഷഹീദാകുന്നുണ്ട്. അതിൽ മരിച്ചവരൊക്കെ ഇവിടുത്തെ പല ഉസ്താദുമാരുമാണ്. 1894 നടക്കുന്ന മഞ്ചേരി യുദ്ധത്തിൽ ആലി മുസ്ലിയാരുടെ ജ്യേഷ്ഠൻ അതിൽ വധിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിൻ്റെ ഫാമിലിയിൽ നിന്ന് 20ഓളം പേര് വധിക്കപ്പെടുന്നുണ്ട്. 20ഓളം പേര്. ഈ ഘട്ടത്തിലൊക്കെ ഒരർത്ഥത്തിൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഈ ഘട്ടത്തിലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക്, ഭരണകൂടത്തിനെതിരെയുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എല്ലാവരും കണ്ട് വെട്ടിമുറിക്കണമെന്നതിലേക്കൊന്നും ഇവരും വരുന്നില്ല. പക്ഷേ ഈ നിലപാടുകളോട് ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകുന്നു. ആലി മുസ്ലിയാരെ ദ്വീപിൽ നിന്ന് ദർസ് നിർത്തിയിട്ട് നാട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് 21 എത്തുമ്പോഴേക്കും, ഞാൻ ആ ഒരു ഗ്യാപ്പ് പ്രധാനമാണ്, 1894 മുതൽ 1921 വരെ ഉണ്ടാക്കുമ്പോഴും
അവിടെ നിന്ന് ഇത് നിർത്തി വന്നിട്ട് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് അവർ പോകുന്നില്ല. പരമാവധി പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം. ഇപ്പോൾ 1919 ഗാന്ധി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരുന്നതോടുകൂടിയാണ് പിന്നെ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ് സാധനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് സമ്മിശ്രമായിട്ടൊരു പ്രതിഷേധത്തിന് മുന്നോട്ട് വരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് 1920 ഓഗസ്റ്റിൽ അവർ കോഴിക്കോട് വന്നിട്ട് നമുക്ക് സംഘടിതമായിട്ട് ഇതിനെ നേരിടാം, അതുകൊണ്ട് നിങ്ങൾ നമ്മളൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരൊറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് സ്വരാജ് നമ്മളിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പല പണ്ഡിതന്മാരും അക്കാലത്ത് ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഒരു ലീഡർഷിപ്പ് രൂപപ്പെട്ടു വരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു അഹിംസയിലൂന്നിയുള്ള കൊലകളോ രക്തം ചിന്തലോ ഒന്നുമല്ല അവരുടെ ലക്ഷ്യം, മറിച്ച് ഈ ദുർഭരണത്തിൽ നിന്ന് ഈ മുസ്ലിം ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് മോചനം കിട്ടണം. ഒന്ന്. രണ്ടാമത്തെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഖിലാഫത്ത് വിഷയത്തിൽ നമുക്കൊരു നമ്മളെ വിശുദ്ധ നഗരങ്ങളും മറ്റും അതിനെതിരായിട്ടുള്ള ബ്രിട്ടീഷ് നിലപാട് സാധനങ്ങളോട് ശക്തമായ പ്രതികരണം നടത്തണം. ഈ രീതിയിലാണ് ഒരു സാഹചര്യം വന്നപ്പോൾ അവരോട് ചേർന്ന് നിന്നിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരായാൽ പാങ്ങലാമോട്ടി മുസ്ലിയാരുണ്ട്, നമ്മുടെ കിടങ്ങ ഇബ്രാഹിം മുസ്ലിയാരുണ്ട്, അതിൻ്റെ ആമിനുമാൻ്റെ കത്ത് പരികിട്ട മുസ്ലിയാരുണ്ട്, നമ്മുടെ ഒരുപാട് പണ്ഡിതന്മാർ, പാനായിക്കുള്ള അബ്ദുറഹ്മാൻ മുസ്ലിയാരുണ്ട്, ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുണ്ട്, തുടങ്ങിയിട്ട് കേരളത്തിലെ പ്രഗത്ഭരായ മഖ്ദൂമി ഫാമിലിയിൽ തന്നെ പെട്ട ഒരുപാട് സ്കോളേഴ്സ് ഈ നിലപാടുള്ളവരായിട്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് വീണ്ടും കുറെ കൂടി ആ സാഹചര്യത്തിൽ ചർച്ചകൾ, ഡിബാറ്റുകൾ ശക്തിപ്പെടുന്നത്. ഒരു ഭാഗം ഇത് ഒരു ഭരണകൂടമായിട്ട് ഇവിടെ സിസ്റ്റമാറ്റിക് ഫോമിൽ ഇവിടെ ആയി വന്നല്ലോ, അപ്പോൾ നമ്മൾ ഭരണകൂടത്തോടൊപ്പം നിൽക്കുകയാണ്, ഭരണകൂടം എന്നുള്ള രീതിയിൽ അവരോടൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവർ സ്വാഭാവികമായിട്ടും ഇത് ഒരു സിസ്റ്റമാറ്റിക് ഫോമിലുള്ള ഭരണകൂടമായിട്ട് വന്നിട്ടില്ല. നമ്മൾ ഓൾറെഡി നമ്മളുടെ ഒരു ട്രഡീഷനും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഇത്തരം നിലപാടുകളോടുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ ഒരു തുറന്ന യുദ്ധത്തിന് ഇപ്പോൾ അമിനുമാനകത്ത് പരികിട്ട് മുസ്ലിയാരും മുഹിമാത്തുൽ മുഅ്മിനീനെ പോലെയുള്ള ഖുർആനും ഹദീസും വെച്ചിട്ട് തന്നെ ഒരു യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തുറന്നെടുത്ത് തന്നെ നടക്കുന്നു. ഓരോ ഘട്ടങ്ങളെയും നമ്മൾ വേറിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം അതിനെ അവസാനിപ്പിക്കാൻ ഒരു ചെറിയ ഏരിയയും കൂടി, ഇപ്പോൾ 1921 ഓഗസ്റ്റ് 19-20 ഗാന്ധി വന്ന പ്രഖ്യാപനം മുതൽ 1920 ഓഗസ്റ്റ് മുതൽ 21 ഓഗസ്റ്റ് വരെയുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് അത് മറ്റൊന്നാണ്. ആ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൊല പോലും നടക്കുന്നില്ല. പക്ഷെ ഉലമ അടക്കം ഈ സമരമുഖത്തുണ്ട്. വാങ്ങൽ ഉസ്താദ് അടക്കം ആലി മുസ്ലിയാരടക്കം സമരമുഖത്തുണ്ടാകുന്നുണ്ട്. പക്ഷെ അന്ന് ഒരു കോൺഗ്രസിന്റെ നിലപാടിനോട് ചേർന്ന് നിന്നിട്ട് ഒരു അഹിംസയിലൂന്നിയുള്ള സമര സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ ഇത് തിരിച്ചറിയാണ്. ഈ ചേർന്ന് നിന്നുള്ള പോരാട്ടം നമുക്ക് അപകടമാണ്, അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും കലാപമാക്കി മാറ്റണം. അതാണ് അപ്പോൾ അവരുടെ 20 ഓഗസ്റ്റ് മുതൽ 21 ഓഗസ്റ്റ് വരെയുള്ള ഒരു സവിശേഷമായ ഘട്ടമാണ്. അത് പഠിക്കപ്പെടേണ്ട ഒരു സാധനമാണ്. അവിടെ ഉലമാ സാധനമൊക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതിനെ വലിയ അർത്ഥത്തിലുള്ള ഒരു പക്ഷം സ്വാഭാവികമായിട്ടും മഖ്ദൂമി ചില സ്കോളേഴ്സ് ഇതിൽ നേരത്തെ തന്നെ നിലപാടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ മറ്റു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ, സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ സജീവമായിട്ടുള്ളൊരു ഘട്ടം. ഇതിന് ശേഷം 1921 ഓഗസ്റ്റ് 20 മുതൽ ഒരു വർഷത്തിന് ശേഷം 21 ഓഗസ്റ്റ് 20 മുതൽ 21 ഓഗസ്റ്റ് 30 വരെ അല്ലെ 31 വരെ ആ ഒരു 10 ദിവസം ഇവിടുത്തെ നിലപാട് മറ്റൊന്നാണ്. നമ്മൾ ഓർക്കണം, അവിടെ നിലപാട് മീൻസ് അവിടുത്തെ സാഹചര്യത്തെ മറ്റു രീതിയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അത് ബ്രിട്ടീഷുകാരുടെ തീരുമാനത്തിലെത്തുന്നു. ഈ ചേർന്ന് നിന്നുള്ള ഹിന്ദു മുസ്ലിം നമുക്കറിയാലോ, MP നാരായണ മേനോനടക്കം പള്ളിയിൽ കയറിയിട്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യം ഇതുപോലെ പോയാൽ നമുക്ക് ഭീഷണിയാവും. തൃശ്ശൂരിൽ നടന്ന യുദ്ധമൊക്കെ അവർക്ക് കൃത്യമായ പാഠം കൊടുത്തു. തൃശ്ശൂരിൽ ഇവിടുന്ന് പൂക്കോട്ടൂരിൽ നിന്ന് മാപ്പിളമാരെ കൊണ്ടുപോയിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുസ് ക്രിസ്ത്യാനികൾക്കെതിരെ, ലോയൽ ക്രിസ്ത്യാനികൾക്കെതിരെ പോരാടാൻ തൃശ്ശൂരിൽ നിന്ന് പൂക്കോട്ടൂരിൽ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ 2000-ഓളം ആളുകളെ കൊണ്ടുപോയിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അവിടെ പോരാടിയത്. അത് ബ്രിട്ടീഷുകാരുടെ കണ്ണു തുറപ്പിച്ചു. അതാ ഹിന്ദു മുസ്ലിം സൗഹൃദത്തെ തകർത്തിട്ടില്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റൂല. ആ ഒരു പദ്ധതിയാണ് പിന്നീട് 1920 അവസാന ഘട്ടങ്ങളിലൊക്കെ തിരൂരങ്ങാടി അവിടെയും ഇവിടെയൊക്കെ ചുറ്റി നടന്നിട്ട് ഖിലാഫത്ത് യോഗങ്ങളിലേക്ക് കയറി ആക്രമിച്ചിട്ട് അതിനെ കലാപമാക്കി മാറ്റണം.
ആ സ്പ്ലിറ്റ് ഉണ്ടാക്കണം, അതിൽ നിന്ന് മുതലെടുക്കണം, അങ്ങനെ കലാപം ഇതാക്കണം. അങ്ങനെയാണ് തിരൂരങ്ങാടി പള്ളിയിൽ പോലും അവർ നൈഫ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പിളമാർ ഈ കത്തി സൂക്ഷിക്കുന്നു, അതുകൊണ്ട് അവിടെ സെർച്ച് നടത്തണം. അർത്ഥത്തിൽ അവർ പള്ളി വളയുന്നതും കയറുന്നതൊക്കെ ആലി മുസ്ലിയാരുടെ പള്ളിയിൽ, പക്ഷെ അവർക്ക് ഒന്നുപോലും കിട്ടാതെ പോകുന്നു. അവർ എളിപ്പരായിട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഇതിനെ രൂക്ഷമാകുന്നതിന് വേണ്ടിയിട്ട് അകാരണമായിട്ട് 5 or 6 ആളുകൾ ആലി മുസ്ലിയാരുടെ ശിഷ്യന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുത്തെ ഹജൂർ കച്ചേരിയിൽ കൊണ്ടുവന്ന് നടക്കുന്നത്. അപ്പോൾ സാഹചര്യം മാറുകയാണ്. അവിടെ നിന്ന് തൊട്ടടുത്ത ദിവസം ആലി മുസ്ലിയാർ വന്ന് ചോദിക്കുന്നത് എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? നല്ല നീതി സമാധാനത്തോടെ വന്ന് വയ്ക്കുക. ഈ ഒരു വർഷം ഒരു കലാപം പ്രശ്നം അവിടെ ഉണ്ടായില്ല. അതിൻ്റെ മുമ്പ് പൊന്നാനിയിൽ പോലും ഇവിടെ ഖിലാഫത്തിൻ്റെ യോഗം ഉണ്ടാക്കുമ്പോൾ ആലി മുസ്ലിയാരും ടീമും അവിടെ പോകുമ്പോൾ ബ്രിട്ടീഷുകാർ ഈ ഇവിടെയുള്ള ടീമിനെ വെച്ചുകൊണ്ട് അതിനെ കലാപമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു അഹിംസയിൽ ഊന്നിയിട്ടാണ് ആലി മുസ്ലിയാർ സമീപിക്കുന്നത്. ഇതിനൊരിക്കലും ഒരു കലാപത്തിലേക്ക് പോകണം, രക്തച്ചൊരിച്ചിലേക്ക് പോകണമെന്ന് ആലി മുസ്ലിയാർ ചിന്തിക്കുന്നില്ല. അവിടെ ക്ഷമിച്ച് പിന്നോട്ട് നിൽക്കുകയാണ്. പക്ഷേ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഏറ്റവും എൻഡിൽ ഇതിനെ എങ്ങനെയെങ്കിലും പൊട്ടിക്കണം എന്നുള്ള തീരുമാനം തിരൂരങ്ങാടിയിൽ സംഭവത്തോടെയാണ്. അവിടെയും പരാജയപ്പെടുമ്പോൾ പിന്നീട് കുറച്ചാൾ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. അവിടെ പിന്നീട് ആലി മുസ്ലിയാരും ടീം പോയി ചോദിക്കുകയാണ് എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അവിടെ എല്ലാവരും ഇരിക്കാൻ പറയുന്നു. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഫയർ എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. അവിടെ കുറേ ആളുകൾ അകാരണമായിട്ട് വെടിവെച്ച് കൊല്ലുന്നു. അവിടെ നിന്നൊരു സാഹചര്യം മാറുന്നു. ഓക്കെ, പിന്നീട് ഇവർ ചിന്തിക്കുകയാണ് എന്ത്, ഇനി നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഉസ്താദ്മാർ, അതോടൊപ്പം അവിടെ ഒരു കിംവദന്തി പ്രചരിക്കുന്നു, മമ്പർ മക്കാമം അവളെ വലിയ പള്ളിയൊക്കെ ആക്രമിക്കപ്പെട്ടു എന്നല്ല, അതുകൊണ്ട് ഇനി നിലനിൽക്കണമെങ്കിൽ യുദ്ധം ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു പുതിയ ബിംബം ഉയർന്നു വരികയാണ്. ആര് നമ്മുടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയല്ല. അപ്പോൾ ഈ നിലപാടുകളൊക്കെ വ്യത്യസ്തമാണ്. വാര്യംകുന്നത്ത് വരുന്നതോട് കൂടിയിട്ട് പുതിയ ഒരു സാഹചര്യത്തിലേക്ക് സംഭവങ്ങൾ മാറുന്നു. ഇനി അതിജീവനം എന്നുള്ളത് ഒരു സ്വന്തം രാജ്യം, മലയാള രാജ്യം, അത് ഒരു രാജ്യമാണ്. അപ്പോൾ ഒരു രാജ്യനീതി നടപ്പാക്കേണ്ടി വരും. അപ്പോൾ അയാൾ അതിലൊരു ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നു. ഒരു പുതിയ സാഹചര്യം 1920 ഓഗസ്റ്റ് എൻഡ് ആകുമ്പോഴേക്ക്, ഓഗസ്റ്റ് 20 to 31 വരെയുള്ള ഒരു ഘട്ടത്തിലേക്ക് ഒരു പുതിയൊരു സാഹചര്യം രൂപപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഘട്ടങ്ങളെ വ്യത്യസ്തമായിട്ട് തന്നെ അന്നത്തെ കോണ്ടെക്സ്റ്റ് വെച്ച് മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നു നമ്മളെ മനസ്സിലെ കുറേ കൺഫ്യൂഷനുകൾ മാറും. അതേ സമയം തന്നെ ഈ ലോക്കാലിറ്റികളെയും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതേ ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പൂക്കോട്ടൂർ നോക്കുകയാണെങ്കിൽ, പൂക്കോട്ടൂർ ഇതിൻ്റെ ഇടയിലാണ് രാവിലെ അവിടുത്തെ മഖ്ദൂമി പണ്ഡിതനാണ് അവിടുത്തെ പള്ളിയിലെ കാളി. അയാൾ അന്ന് വെള്ളിയാഴ്ച ഒരു സുപ്രഭാതം ആകുമ്പോഴേക്ക് ഇവിടേക്ക് വരേണ്ട പട്ടാളം അവിടെ എന്നിട്ട് ആളുകളെ വളയാം. അപ്പോഴേക്ക് ശത്രു നമ്മളുടെ മുമ്പിൽ എത്തിപ്പെട്ടാൽ പിന്നെ അവിടുത്തെ ഫിഗർ എന്താണ്? അപ്പോൾ എന്താണ്, നിങ്ങളെല്ലാവരും തുറന്ന് യുദ്ധം ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. അവിടെ വലിയൊരു യുദ്ധം നടക്കുന്നു. 400ഓളം പേര് രക്തസാക്ഷികളൊക്കെ ആവുന്ന, ഏതായാലും വലിയൊരു കണക്ക് പേര് രക്തസാക്ഷികളാവുന്ന മഹായുദ്ധം നടക്കുന്നു. ഓക്കെ, ഇതുപോലെ ഓരോ ലോക്കാലിറ്റികളിൽ അവിടുത്തെ സന്ദർഭ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടുണ്ടാകുന്ന വ്യത്യസ്ത പോരാട്ടങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേസമയം ഒരു പൊതു നിലപാടുകളെ, അന്നത്തെ പൊതു എന്ന് പറയാൻ പറ്റൂല, പണ്ഡിത കേന്ദ്ര നിലപാടുകളെ അന്നത്തെ കോണ്ടെക്സ്റ്റുകൾ വെച്ച് വെവ്വേറെയായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. 21 ശേഷമുള്ള നിലപാടുകളെ എൻ്റർലി ഡിഫറൻ്റ് ആയിട്ട് വായിക്കേണ്ടതുണ്ട്. ഇനി ഒന്നും നടക്കില്ല, എല്ലാം തകർന്നു, ഒരുപാട് പേരെ വധിച്ചു, നാടുകടത്തി, ഒരു അനാഥമായ സാഹചര്യം, ഇനി എന്ത്? ഇപ്പോൾ പാകിസ്ഥാനെ പോലെയുള്ളവർ ചിന്തിക്കുന്നത് ഇനി ഭരണകൂടം എന്നുള്ള നിലയിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, ഭരണകൂടം എന്നുള്ള അംഗീകരിച്ചേ പറ്റൂ, ഇനി അല്ലാതെ ഒരു ഇതുമില്ല. ഇവിടെ നിന്ന് ഒരു മതപ്രവർത്തനം നടത്തണമെങ്കിൽ ഇവിടെ പോയിട്ട് പ്രൂവ് ചെയ്യണം, ഒരു അണ്ടർ സർവൈലൻസ്, ഒരു CCTV വർക്ക് ചെയ്യണം. നിങ്ങളൊരു സാധനം പബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ദേശവിരുദ്ധമായിട്ടുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആ ഘട്ടത്തിലാണ് 1930 തുഫത്തുൽ മുജാഹിദീൻ പോലും വിവർത്തിതമായിട്ട് വരുമ്പോൾ 1ാമത്തെ ചാപ്റ്റർ ജിഹാദ് ഒഴിവാക്കിയിട്ടാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ട്? അതിനിവിടെ നിലനിൽപ്പില്ല, കാരണം ഭരണകൂടം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ. ഓക്കെ, ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ചോദ്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കാം. പറയുന്നതിൻ്റെ ഒരു കണ്ടക്സ്റ്റ്, എൻ്റെ ഒരു ചുരുക്കം ഇതാണ്: ബ്രിട്ടീഷുകാരോടോ അല്ലെ കൊളോണിയൽസത്തോടുള്ള നിലപാടുകളിലെ ഒരേ അച്ചിൽ വായിക്കരുത്. ഫത്വകൾ ഓരോ പ്രത്യേക കോണ്ടെക്സ്റ്റുകളിൽ വന്നതാണ്. അതത് കോണ്ടെക്സ്റ്റുകളെ മുൻനിർത്തി മാത്രമേ നമ്മൾ വായിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇതിനോടുള്ള നിലപാടുകളിൽ ഉലമ മാറ്റം വരുത്തി എന്നുള്ള ഒരു എന്താ പറയുക തീരുമാനം നമ്മൾ പറയുന്നത് ശരിയല്ല. മറിച്ച് ആ സാഹചര്യങ്ങളോടുള്ള പ്രതികരണമായിട്ടാണ് ഉലമയും സയ്യിദ്സും സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, സമയം ഏറെക്കുറെ കയ്യാറാവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പറഞ്ഞു വെച്ചതിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കോണ്ടെക്സ്റ്റ് കൃത്യമായി മനസ്സിലാക്കണം. ഫത്വകളെ ഓരോ ഫത്വയായിട്ടും അനലൈസ് ചെയ്യണം.
അപ്പോൾ അതിൻ്റെ വളരെ എല്ലാവരും പറയുന്ന ഒരു ഉദാഹരണമാണ് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ ഫത്വ വന്നു. അപ്പോൾ മുജാഹിദുകൾ സലഫികളൊക്കെ സാധാരണ, അല്ലെങ്കിൽ റിഫോമിസ്റ്റ് ആളുകളൊക്കെ സലഫികൾക്കെതിരെ, അല്ല ട്രഡീഷണലിസ്റ്റ് ആളുകൾക്കെതിരെ പറയുന്നതാണ് ഇംഗ്ലീഷ് ഭാഷ നരകത്തിൻ്റെ ഭാഷയാണെന്ന് ഫത്വ വന്നു ഉദാഹരണം. അതൊക്കെ ഇതേപോലുള്ള ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ വന്ന ഒരു ഫത്വ, അല്ലെങ്കിൽ അതിനേക്കാൾ അതൊരു സ്ട്രാറ്റജി, അതൊരു ഹുക്മുൻ ശർഈനപ്പുറം അതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. ഗാന്ധിജി ഈ സ്വദേശി മൂവ്മെൻറ്റ് തുടങ്ങിയതുപോലെ അതിന് സപ്പോർട്ടാകുന്ന രീതിയിലുള്ള ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലുള്ള കാഴ്ചപ്പാടുകളായിരുന്നു ഇംഗ്ലീഷ് നരകത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നിടത്ത് പബ്ലിക്കിന് മാത്രമല്ല പലപ്പോഴും ഉലമാക്കൾക്കും തെറ്റുപറ്റുന്നുണ്ട്. ഇപ്പോൾ ചില ട്രഡീഷണൽ ഉലമാക്കൾ ദാറുലൊക്കെ തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പാടില്ല എന്ന് നിലപാടെടുത്തിരുന്നു. ഇവിടെ മാനിയപാടത്ത് ഒന്ന് പ്രസംഗിച്ചിരുന്നു എന്ന് വാദ്യ സാഹിബ് പറയും. അപ്പം അതെന്താണ്, ഈ ഫത്വയെ ആ ഫത്വയുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് വായിക്കാതെ അതിനൊരു ജനറൽ ഹുക്കുമായിട്ട് പണ്ഡിതന്മാരെടുത്തതിൻ്റെ പരിണിത ഫലമാണ്. അപ്പോൾ ഉലമാക്കൾക്കും ഈ തെറ്റ് പറ്റാം. സലഫികൾ നമുക്കെതിരെ ആരോപിക്കുന്ന ഇതേ തെറ്റ് ഒരുപക്ഷെ ഉലമാക്കൾക്കും പറ്റിയേക്കാം. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ ദാറുലയിൽ പഠിപ്പിക്കാൻ പാടില്ല, അത് നരകത്തിലെ ഭാഷയാണെന്ന് ഈ മാനിയപ്പാടത്ത് വെച്ച് ദാറുൽ ഉണ്ടായതിന് ശേഷം ഇവിടെയുള്ള ചില സ്കോളേഴ്സ് അഭിപ്രായപ്പെടാനുള്ള കാരണം. ഇനി ഇതേ കേസുകൾ ലോകത്തെമ്പാടും വരുന്നുണ്ട്, ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കേസ്. ഉദാഹരണമായിട്ട് മൈനോറിറ്റി ഫിഗറൊക്കെ വ്യാപകമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നതാണ് ഇപ്പോൾ അൽ ജസായിരിലും മറ്റുമൊക്കെ ഉണ്ടായ ഫത്വകൾ. അന്ന് അൽ ജസായിരിൽ എന്ത് പറഞ്ഞു, ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് എടുക്കാൻ പാടില്ല എന്ന് ഉലമാക്കൾ ഫത്വ കൊടുത്തു. അപ്പൊ അതിന് അന്നത്തെ ഫ്രഞ്ചിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ഫത്വയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ എന്തായിരുന്നു, ഈ ഇവിടെയുള്ള ഉലമാക്കൾക്ക്, മുതലാളിമാർക്ക്, ഇവർക്കൊക്കെ ഫ്രഞ്ചിലേക്ക് പോയാൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും, പൈസ കൊടുക്കും, എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ജസായിരിലുള്ള റെസിസ്റ്റൻസിനെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഫ്രഞ്ചിന്റെ ഒരു കേന്ദ്രമാക്കാനുള്ള അവരുടെ സ്ട്രാറ്റജി ആയിരുന്നു. അപ്പൊ ആ സ്ട്രാറ്റജിക്കെതിരെ വളരെ ആപ്റ്റായ റെലവൻ്റായ ഫത്വയാണ് ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് എടുക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞത്. പക്ഷെ അത് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ ഇന്നും ചില ആൾക്കാർ പറയും പാശ്ചാത്യ സിറ്റിസൺഷിപ്പ് എടുക്കൽ ഇന്നും ഹറാമാണ് എന്ന് ചില ആൾക്കാർ പറയും. അപ്പൊ ഇത് ഇറലവൻ്റായ ഫത്വയായി. അപ്പോൾ ഒരു ഇസ്ലാമിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ ഈ ഫത്വ ഓരോ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കാത്തതിന്റെ ഒരു പ്രശ്നമാണിത്. ഇനിയിപ്പോൾ കേരളത്തിലെ ഉലമാക്കളുടെ സ്ട്രാറ്റജി മാറി എന്ന് പറഞ്ഞല്ലോ, ഇതേ സ്ട്രാറ്റജി മാറിൽ നോർത്ത് ഇന്ത്യയിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യയിലും തന്നെ വളരെ വലിയ പോരാട്ടം ദൈവബന്ധി സ്കോളേഴ്സിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ആലാ ഹസ്രത്ത് എടുക്കുന്ന നിലപാട് വ്യത്യസ്തമാണ്. ആലാ ഹസ്രത്തിന് ഒരു കിതാബ് വരാറുണ്ട്, അൽ ഇഅ്ലാൻ ബി അന്നൽ ഹിന്ദുസ്ഥാൻ ദാറുൽ ഇസ്ലാം. ഇന്ത്യ എന്നുള്ളത് ദാറുൽ ഇസ്ലാമാണ്, ദാറുൽ ഹർബല്ല എന്ന് പറഞ്ഞൊരു കിതാബ് ആര് ബറേൽവിയുടെ നേതാവായ ആലാ ഹസ്രത്ത് എഴുതുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലം എന്താണ്, അന്നുള്ളതിന് കുറെ ഉലമാക്കൾ ഇത് ദാറുൽ ഹർബാണ്. കാരണം നേരത്തെ മുഗൾ സാമ്രാജ്യമായിരുന്നു, ഇസ്ലാമിക സാമ്രാജ്യമായിരുന്നു, അതിനെ തകർത്തിട്ടാണ് ഇവർ വന്നത്, ബ്രിട്ടീഷുകാർ വന്നത്. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യത്തെ രണ്ടാമത് പുനഃസ്ഥാപിക്കൽ നിർബന്ധമാണ് എന്ന രീതിയിലാണ് ദൈവബന്ധികളെ മറ്റുള്ള മദനി ഇവരൊക്കെയുള്ള ഫത്വനുണ്ടായിരുന്നത്. പക്ഷെ ഇതിനെ കൗണ്ടർ ചെയ്തിട്ട് ഹിന്ദുസ്ഥാൻ ദാറുൽ ഇസ്ലാം ആണ് എന്ന് പറഞ്ഞിട്ടാണ് റസാഖാൻ ഫത്വ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ്, ഇതൊക്കെ നമ്മൾ ഈ ഉലമാക്കളുടെ ട്രഡീഷണൽ ഉലമാക്കളുടെ വളരെ കൃത്യമായ വീക്ഷണമാണ്. കാരണം ഇന്ത്യ ദാറുൽ ഹർബാണ് എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ ഇവിടെ ഹിജ്റ നിർബന്ധമാവും, ഇവിടെ നിൽക്കാൻ പാടില്ല. കാരണം ദാറുൽ ഹർബിൽ നിന്ന് എന്താണ് യാത്ര പോകണം എന്നുള്ളതാണ്. അതേപോലെ ഇവിടെയുള്ള ജുമാ ജമാഅത്തുകൾ മറ്റുള്ള കുറെ ആക്ടിവിറ്റീസുകൾ അത് ബാധിക്കും. അപ്പൊ ബംഗാളിൽ നിന്ന് അങ്ങനെ ഒരു ഫത്വ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അവിടുത്തെ ഒരു മുഫ്തി പറയുന്നത് ഇന്ത്യ ദാറുൽ ഹർബാണ്, അതുകൊണ്ട് ഇനി ഇവിടെ പെരുന്നാൾ നിസ്കാരമോ ജുമാ നിസ്കാരമോ പാടില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെ ദാറുൽ ഹർബ് എന്ന് മാത്രമല്ല, ഇപ്പോ ഈ അയലാദത്ത് പറയുന്നുണ്ട് ദാറുൽ ഹർബാണെന്ന് പറയുന്ന ആൾക്കാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ പലിശ ഹലാലാക്കുക. ദാറുൽ ഹർബ് ആണെങ്കിൽ ഹനഫി മതം അനുസരിച്ച് പലിശ പറ്റുമെന്നുണ്ട്. കാരണം കാഫിറിന്റെയും മുസ്ലിമിന്റെയും ഇടയിൽ, അറബിയായ കാഫിറിന്റെയും മുസ്ലിമിന്റെ ഇടയിൽ പലിശ ഇല്ല, അവരുടെ പൈസ നമുക്ക് എടുക്കാന്നുള്ള അഭിപ്രായത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ത്യ ദാറുൽ ഹർബാണെന്ന് പറഞ്ഞാൽ പലിശ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ അതിനുള്ള ഒരു ചെപ്പടി വിദ്യയാണ് ഇന്ത്യ ദാറുൽ ഹർബ എന്ന് പറയുന്നത്, എന്നല്ലാതെ ജിഹാദിനോ അല്ലെങ്കിൽ ഹിജ്റക്കോ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഇന്ത്യ ദാറുൽ ഇസ്ലാം തന്നെയാണ് എന്ന് ആലാ ഹസ്രത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരേ ഒരു പണ്ഡിത വീക്ഷണം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരുടെ വ്യത്യസ്തമായ നിലപാടുകളല്ല, മറിച്ച് ഒരു നിലപാടിന്റെ വ്യത്യസ്തമായ അപ്ലിക്കേഷൻസുകളാണ്. നമ്മൾ അശ്അരി മദ്ഹബ് പറഞ്ഞുകൊടുത്ത് ജംബുൽ ജവാമിയൊക്കെ ഓതിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഇപ്പോ മുത്ശാബിഹായ ആയത്തുകളെ തഅ്വീൽ ചെയ്യണോ വേണ്ടേ, തൗക്കീഫാണോ വേണ്ടത്, തഅ്വീലാണോ വേണ്ടത്, അവിടെ പറയുമ്പോൾ രണ്ട് സാധ്യതകളും പറഞ്ഞിട്ട് മഹല്ലിമാമ അവിടെ പറയുന്നുണ്ട് മുൻഗാമികളൊക്കെ സ്വീകരിച്ചിരുന്നത് തൗക്കീഫായിരുന്നു, പിൻഗാമികൾ സ്വീകരിച്ചത് തഅ്വീലായിരുന്നു എന്ന് ജമ്മിൽ പറയുന്നതിന് ഷറഹായിട്ട് മഹല്ലിമാമ പറയുന്നുണ്ട്. ഒന്നാമത്തെ നിലപാട് കൂടുതൽ അസ്ലമാണ്,
രണ്ടാമത്തെ നിലപാട് മോർ സ്കോളാസ്റ്റിക് ആണ്, ആലമാണ്, ഒന്നും കൂടി ആധികാരികമാണ് എന്ന് പറയുന്നുണ്ട്. ഈ വേർതിരിവിനെതിരെ സയ്യിദ് റമദാൻ അൽ ബൂത്തി അദ്ദേഹത്തിന്റെ ഖുബറിലേക്ക് പറയുന്നുണ്ട് ഇങ്ങനെ വേർതിരിപ്പിക്കാൻ പറ്റൂല, കാരണം ഇതൊക്കെ ഒറ്റ നിലപാടാണ്. അപ്പൊ അന്ന് ഇതിനെ വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു ഒന്ന് പ്രോബ്ലം. പിറ്റത്തെ കാലത്ത് വിശദീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പൊ ഒറ്റ നിലപാടാണ് ഇതൊക്കെ ഈ നിലപാടാണ് അശരിസം. എന്നാൽ അത് വിശദീകരിക്കുക എന്നുള്ളതല്ല അശരിസം. ഓരോ സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റെലവൻ്റ് ആയ നിലപാടുകൾ സ്വീകരിക്കുക എന്നതാണ് അശരിസം എന്ന് പറയുന്നുണ്ട്. അതേപോലെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെയും വരുന്നത്. ഇത് ഫിഖിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉസൂൽ ഫിഖിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ തഹ്കീഖുൽ മനാത്തിലുള്ള ഇഖ്തിലാഫ് എന്ന് പറയും. ഉസൂലികൾ പഠിച്ചിട്ടുണ്ടാവും, ഈ ഇല്ലത്തിന്റെ ബാബൊക്കെ പഠിക്കുന്നിടത്ത് തഹ്കീഖുൽ ഇല്ലത്ത്, തഹ്കീഖുൽ മനാത്ത്, തൻഗീഹുൽ മനാത്ത്, തഖ്രീജുൽ മനാത്ത് എന്നൊക്കെ ഉണ്ട്. തഖ്രീജുൽ മനാത്തും തൻഗീഹുൽ മനാത്തൊക്കെ ഇജ്തിഹാദിക് ആക്ടിവിറ്റീസ് ആണ്. എന്നാൽ തഹ്കീഖുൽ മനാത്ത് എന്നുള്ളത് ഫത്വയുമായി ബന്ധപ്പെട്ട അതിന്റെ ടൂളാണ്. അഥവാ ഓരോ സന്ദർഭം സാഹചര്യം മനസ്സിലാക്കി നമ്മുടെ ഇസ്ലാമിക നിയമത്തിൽ ഏറ്റവും ആപ്റ്റായ നിയമം ഏതാണോ അതിനെ അപ്ലൈ ചെയ്യുന്ന അപ്ലിക്കേഷണൽ ടൂളാണ്. അപ്പൊ ഈ തഹ്കീഖുൽ മനാത്തിൽ വന്ന ഇഖ്തിലാഫുകൾ, ഇവിടെ ബ്രിട്ടീഷ് ഭരണകൂടമാണോ യഥാർത്ഥ ഭരണകൂടം, അവർ അധിനിവേശ ശക്തികളാണോ തുടങ്ങിയ ഇതിലുള്ള ഇഖ്തിലാഫുകളാണ് ഈ ഫത്വയിൽ വന്ന ഇഖ്തിലാഫുകളെ ന്യായീകരിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ കൃത്യമായി പറ്റുന്ന ഒരു ടൂള്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് അഡ്രസ്സ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മിഥിലാജ്. ഞാൻ കുറ്റിക്കാട്ടൂർ ഷംസുൽ ഉദവി കോളേജിൽ നിന്ന്. ഇവിടെ മൊയ്ൻ ഉസ്താദും പറഞ്ഞു, ജാബിർ ഉസ്താദും പറഞ്ഞു, കോണ്ടക്സ്റ്റുകൾക്ക് അടിസ്ഥാനത്തിലാണ് ഫത്വ രൂപപ്പെടുന്നതെന്ന്. ഇപ്പോൾ ഈവൻ പോർച്ചുഗീസിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു, അതിനുശേഷം ഡച്ചുകാർ വരുന്നു, പിന്നെ ബ്രിട്ടീഷ് ഒരു കൊളോണിയാലിറ്റി വരുന്നു. പക്ഷേ അതൊക്കെ ഒരു വ്യത്യസ്ത കോണ്ടക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഫത്വ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സെയിം കോണ്ടക്സ്റ്റിൽ തന്നെയാണ് നമ്മുടെ മുഹിമ്മാത്തുൽ മുഅ്മിനീനും അതേപോലെ മഹ്കുൽ ഖിലാഫ്, നേരെ ഓപ്പോസിറ്റായിട്ട് മഹ്കുൽ ഖിലാഫിന് രൂപപ്പെടുന്നത്. അത് വെറും ഒരു സ്കോളേഴ്സുകൾക്കുള്ള ഡിസ്കസീവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ ഖിലാഫത്തിൻ്റെ മൂവ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർ ഈ മഹ്കുൽ ഖിലാഫ് അടിച്ചിറക്കിയ പ്രസ് പോയി തകർക്കണമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഫത്വ രൂപപ്പെടലിൻ്റെ ഒരു കോണ്ടക്സ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, അതിനാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ സാധനം പറഞ്ഞത്, തഹ്കീഖുൽ മനാത്തിലുള്ള ഇഖ്തിലാഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ മഹ്കുൽ ഖിലാഫയിൽ അവർ എന്താണ് ഖിലാഫത്ത് മൂവ്മെന്റിന് എതിരെ മറ്റൊക്കെ അത് സംസാരിക്കുന്നത്. അപ്പൊ അവര് ഇപ്പോൾ ഉദാഹരണത്തിന് അന്നുണ്ടായിരുന്ന മറ്റൊരു റിസാലയിലുണ്ട് എന്ത് പറയുന്നുണ്ട്, ഈ ടർക്കിഷ് ഖിലാഫത്ത് തന്നെ ശരിയായ ഖിലാഫത്തല്ല. കാരണം ഇവിടെയുള്ള ആളുകളൊക്കെ യുദ്ധം ചെയ്യുന്നത് തുർക്കി ഖിലാഫത്തിനെ സംരക്ഷിക്കണം എന്ന പേരിലാണല്ലോ. അപ്പോൾ തുർക്കി ഖിലാഫത്ത് തന്നെ യഥാർത്ഥ ഇസ്ലാമിക ഖിലാഫത്തല്ല. കാരണം അത് ഖുറൈശിയാവുന്നുണ്ട്, ഇവർ ഖുറൈശികളല്ല. അപ്പോൾ ഖുറൈശികളല്ലാത്ത തുർക്കികൾക്ക് വേണ്ടിയിട്ട് ഈ ഇങ്ങനെയുള്ള കേരളത്തിലുള്ള ആളുകൾ രക്തം ചിന്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് തഹ്കീഖുൽ മനാത്തിലുള്ള ഇഖ്തിലാഫ് എന്ന് പറഞ്ഞത്. അഥവാ ചില ഉലമാക്കൾ കാണുന്നത് എന്താണ്, നിലവിലുള്ള ഖിലാഫത്തിനെ നമ്മൾ സംരക്ഷിക്കുകയും അതിനെതിരെ ഖിലാഫത്തിനെതിരെ അവിടെയും ഇവിടെയും മുസ്ലിങ്ങൾക്കെതിരെ പൊരുതുന്ന ബ്രിട്ടീഷുകാരെ ഒരു എനിമിയായി, ശത്രുക്കളായി കണ്ട് അതിനെതിരെ പോരാടണം എന്ന് ഒരു ടീമിന്റെ ഒരു വിചാരധാര വരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫത്വകൾ, അതിനനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻസുകൾ അവർ കൊടുക്കുന്നു. മറ്റൊരു ടീം പറയുന്നത് തുർക്കിയുടെ ഖിലാഫത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ല, തുർക്കികൾ നേരത്തെയുള്ള ഖിലാഫത്തിനെ തകർത്തിട്ട് വന്ന ഒരു ടീമാണ്. അപ്പോൾ എന്നാണോ അവർ നിലനിൽക്കുന്നത് അന്ന് അവർ ഖലീഫ എന്നല്ലാതെ തകർക്കപ്പെട്ടതിന് ശേഷവും അതേ തുർക്കി ഖിലാഫത്ത് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. കാരണം അത് ഇസ്ലാമികമായ മാനദണ്ഡ പ്രകാരം 100% ഒരു ഖിലാഫത്തിന്റെ മാനദണ്ഡം ഉൾക്കുന്നതല്ല. അപ്പോൾ അതിനെ വെച്ചിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മളെ കൂടി രക്തം ചിന്തുന്നതിന് പകരം ഇവിടെയുള്ള മുസ്ലിങ്ങളെ സംരക്ഷിക്കുകയും ഈ ഒരു കമ്മ്യൂണിറ്റിയെ നിലനിർത്തുകയുമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ജിഹാദിനെ പ്രേരിപ്പിക്കുന്ന ആളുകളെ ഇല്ലാതാക്കണം. ജിഹാദല്ല ഇവിടെ വേണ്ടത്, സമാധാനമാണ്, ഇവരുടെ എൻഗേജ്മെന്റ് ആണ് വേണ്ടത് എന്ന് മറ്റൊരു ഉലമാക്കളും എന്താകുന്നു നിലപാടെടുക്കുന്നു. ഈ രണ്ടാളുകൾക്കും അതിൻ്റെതായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, അവരുടേതായ ദലീലുകളുണ്ട്.
പിന്നെ അത് ഓരോ സമയത്തും ഇത് ഒരു ഫത്വക്കപ്പുറം, ഇപ്പം നമ്മളിപ്പോൾ ഈ ഗസയിലുള്ള പ്രശ്നങ്ങളൊക്കെ കിതാബ് അടിസ്ഥാനത്തിൽ ചില ആൾക്കാർ ചർച്ച ചെയ്യും. അപ്പോൾ അതൊന്നും കിതാബ് അടിസ്ഥാനത്തിൽ മാത്രമല്ല വേണ്ടത്, ഒരു സിയാസ ഷർഇയ്യയുടെ ഭാഗമായിട്ട് കൂടിയാണ് നിലപാട് വരുന്നത്, സിയാസ ഷർഇയ്യ. അപ്പോൾ അതിൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ചിലപ്പോൾ യുദ്ധം ഹലാലാണെങ്കിലും യുദ്ധം അപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, യുദ്ധം ചെയ്യാതിരിക്കുന്നതായിരിക്കും. ഹുദൈബിയ്യ സന്ധിയിലൊക്കെ സ്വഹാബത്തിൻ്റെ നിലപാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടും ഡിഫറൻ്റ് ആയിരുന്നല്ലോ. സ്വഹാബത്തിന് അപ്പോൾ യുദ്ധം ചെയ്യണമെന്നായിരുന്നു നിലപാടുണ്ടായിരുന്നത്. എന്നാൽ പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് അവർ വിഷ്ടം ഉപയോഗിച്ച് ഇപ്പം നമ്മൾ യുദ്ധത്തിന് പോകണില്ല, ട്രീറ്റി അവരെന്തൊക്കെ പറഞ്ഞോ അതൊക്കെ കീഴെടുത്ത് ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ ആ ഒപ്പിടൽ പിന്നെന്തായി, ഫത്ഹൻ മുബീനയായി, അതായി വിജയത്തിനുള്ള മാനദണ്ഡം. അന്ന് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ അതെന്താവില്ല, വിജയമാകില്ലായിരുന്നു. അപ്പോൾ ആളുകളുടെ കാഴ്ചപ്പാടുകൾ സ്ട്രാറ്റജി എന്തായേക്കാം, വ്യത്യസ്തമായിട്ട് വന്നേക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ വില്യം ലോഗന് മലബാർ മാനുവൽ എഴുതുന്ന സമയത്ത് അതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വരക്കൽ ഉസ്താനായിട്ട് സമീപിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ വരക്കൽ മുല്ലക്കോയത്താങ്ങളായിട്ട് സമീപിച്ചിട്ടുള്ള പിന്നെ അറബി ട്രാൻസ്ലേഷൻ നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം സഹായം തേടുന്നുണ്ട്. പിന്നെ ഒരു ഫത്വയെ പറ്റി കേട്ടിട്ടുണ്ട്, അതായത് സമസ്ത 1930-കളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫത്വ. ഇത് രണ്ടിനും നമ്മളിങ്ങനെ കൂട്ടി വായിക്കുക, അതായത് തീർച്ചയായിട്ടും വരേണ്ട ഒരു ചോദ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. ഇപ്പോൾ ഒന്ന്, ഞാൻ എൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ പറഞ്ഞതുപോലെ 1921 ശേഷമുള്ള ഇവിടുത്തെ ഒരു നിലപാട് സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. 1933 എൻ്റെ ഓർമ്മ ശരിയാണ്, അല്ലെങ്കിൽ 34 സമസ്തയുടെ ഒരു ഫത്വ വരുന്നത്. 2 ഫത്വകൾ വരുന്നുണ്ട്, 2 സംഭവങ്ങൾ. ഒന്ന്, അന്ന് ബ്രിട്ടീഷ് രാജ്ഞി എന്തോ ഒരു അപകടത്തിലോ മറ്റോ പെട്ട് മരിക്കുക ചെയ്യുന്നുണ്ട്, അത് അപകടത്തിൽ പെടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫത്വയിൽ കാണാം, ബ്രിട്ടീഷ് രാജ്ഞി അപകടത്തിൽപ്പെട്ടതിൽ സമസ്ത വലിയ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തത്, ഇതേ ഘട്ടത്തിൽ വരുന്ന ഒരു ഫത്വ, സമസ്തയിൽ മെമ്പർമാരാകുന്നവർ ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമില്ലാത്തവരാവണോ എന്ന് പറയുന്നുണ്ട്. ഇതാണ് പൊതുവെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രശ്നവൽക്കരിക്കപ്പെടാറുള്ളത്. ഞാൻ പറയുന്ന പോലെ ഈ സമസ്തക്കാർ ഭയങ്കര ബ്രിട്ടീഷ് അനുകൂലികളാണ്, അല്ലെങ്കിൽ കൊളോണിയൽ വിധേയരാണ് എന്നൊക്കെയുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ കോണ്ടക്സ്റ്റിൽ വായിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് വലിയൊരു ഹിസ്റ്റോറിക്കൽ സംഭവമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ നമ്മുടെ ഈ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സംഭവം പറയുകയാണെങ്കിൽ 1800 അവസാനം 900 തുടക്കത്തിൽ പ്രത്യേകിച്ച് വലിയ മലബാറിൽ നല്ല സ്വാധീനമുള്ള ഒരു സയ്യിദാണ്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഒരു പൊതു പോളിസി ഇങ്ങനെ ഓരോ നാട്ടിലേക്ക് വന്നാൽ അവിടെയുള്ള പൊതു സ്വീകാര്യരായ ആളുകളെ സമീപിക്കും. സ്വാഭാവികമായിട്ടും പലരെയും സമീപിക്കും. അതുപോലെ അവരും ഇവരുടെ അടുത്തൊക്കെ വരുന്നുണ്ടാകും. പിന്നെ വില്യം ലോഗൻ്റെ കഥ, അതിൻ്റെ ഒരു ക്ലാരിറ്റി കൃത്യമായിട്ട് എനിക്ക് പറയാൻ വയ്യ. ഞാൻ പണ്ടൊരിക്കൽ അറുതയിൽ പ്രസംഗിച്ച സമയത്ത് ബാധ്യസ്ഥ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ പ്രൂഫ് ഇടുന്ന കിട്ടിയെന്ന് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള 100% അറിയില്ല. പക്ഷേ നമ്മൾ ഓറൽ ട്രഡീഷനായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മദ്രസയിലായിട്ട് അത് ചാപ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നായിട്ട് ഞാൻ പറഞ്ഞത്. ആരും അങ്ങനെ എഴുതി വെച്ചാണെന്ന് പറയുന്നത് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, അറിയില്ല. പക്ഷേ നമ്മൾ ചില 1800 അവസാനത്തിൽ 900 തുടക്കത്തിലോ മറ്റോ ബ്രിട്ടീഷുകാരുടെ അടുത്തേക്ക് ഏതോ ഒരു സഭയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചിലർ ലെറ്റർ കൊടുക്കുന്നതിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പേരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അഥവാ അത് ചില ആളുകൾ ഇവരുപയോഗിച്ച് ഇവിടെ വിദ്യാഭ്യാസ ചില ഏരിയകൾ, ഇപ്പോൾ പാങ്ങൽ ഉസ്താദ് ഇവിടെ താനൂര് മലയാളം പഠിപ്പിക്കണം, ഭാഷ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ചില അങ്ങനെ മെമ്മറാണ്ടങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും സ്വാധീനമുള്ള ആളുകളുടെ പേര് കൊടുക്കും, അവരത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഭരണകൂടത്തോട് സംസാരിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അവരുമായിട്ട് വിഷയങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതോ ഒന്നും എന്തല്ല ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമല്ല. കാരണം അന്ന് അവരെ ഭരണകൂടം എന്നുള്ള രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത്തത് ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ പാങ്ങല്ലാമോട്ട് മുസ്ലിയാർ 1920 ഘട്ടത്തിൽ ആദ്യം സമരമുഖത്ത് ഉണ്ടാകുന്നുണ്ട് അല്ലേ. 1920 തുടക്കത്തിൽ 24 പേർക്കെതിരെ അന്നത്തെ ഇവിടുത്തെ കളക്ടർ തോമസ് അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ 17 18 വരുന്നത് പാങ്ങലാമോട്ടി മുസ്ലിയാരാണ്. പിന്നീട് ഇത് സംഭവങ്ങൾ പിടുത്തം വിട്ടു പോകുന്നു തിരൂരങ്ങാടി സംഭവത്തോട് കൂടിയിട്ട്. ആ സംഭവത്തിന് ആ ദിവസങ്ങൾക്കിടയിൽ രാത്രി ആലി മുസ്ലിയാരുടെ അടുത്ത സുഹൃത്താണ് പാങ്ങലാമോട്ടി മുസ്ലിയാർ. ആലി മുസ്ലിയാരുടെ ശിഷ്യനാണ് KM മൗലവി.
അപ്പോൾ ഈ 3 പേരാണ്. അന്ന് അവർ 3 പേരും അവിടെ യോഗം ചേരുന്നുണ്ട്. യോഗം ചേർന്നിട്ട് ആലി മുസ്ലിയാർ പറയുന്നുണ്ട്, ഏതായാലും നമ്മൾ വിചാരിച്ചതിൽ അപ്പുറത്തേക്ക് സംഭവങ്ങൾ എത്തി, അതുകൊണ്ട് എനിക്കിതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, ആളുകൾ മൊത്തം എൻ്റെ പിന്നിലാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉറച്ചു നിൽക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വഴി സ്വീകരിക്കുക എന്ന് ഈ തൻ്റെ കൂടെയുള്ള 2 ആളുകളോട് പറയുന്നുണ്ട്. അപ്പോൾ പാങ്ങലാമാട്ടി മുസ്ലിയാർ ഒന്ന് ഈ ഒരു സാഹചര്യം, പുറത്തേക്ക് ഇറങ്ങിയാൽ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യും, ഒളിവിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കെ മൗലവി കൊടുങ്ങല്ലൂരിലേക്ക് അന്നത്തെ രാജ്യം വിട്ടു പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്നൊരു വ്യത്യസ്ത 3 നിലപാടുകൾ ഉണ്ടാവുകയാണ്. ഒരാൾ നേരിട്ട് ബ്രിട്ടീഷുകാർ വന്ന് കീഴടങ്ങുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു, വധിക്കുന്നു. രണ്ടാമത്തത് പാങ്ങലാമാട്ടി, അപ്പോഴേക്ക് യുദ്ധങ്ങൾ അവിടെ എത്തി, ഇവിടെ ആകെ എല്ലാം നശിച്ചു. മറ്റുള്ളവർ പിന്നീട് കൊടുങ്ങല്ലൂരിലേക്ക് പോയിട്ട് 1932, 31, 32 അതാ ഒരു 10 വർഷത്തിന് ശേഷമാണ് പിന്നീട് കെ മൗലവി ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അദ്ദേഹം പിന്നെ അവിടെ പോയി ഐക്യസംഘത്തിന്റെ പിടിയിൽപ്പെടുന്നു, അതിന്റെ നേതൃത്വത്തിലെത്തുന്നു. അങ്ങനെ സലഫീസുമായിട്ടാണ് വേറെ രീതിയിലാണ് വരുന്നത്. ആ ഘട്ടത്തിൽ ഇവിടെ എല്ലാം തകർന്നടിഞ്ഞു, വേണ്ടപ്പെട്ടവരെല്ലാം നാടുകടത്തപ്പെട്ടു. പാങ്ങൽ ഉസ്താദ് ഇതിൽ നിന്ന് ഉൾവലിഞ്ഞു, കാരണം പുറത്തേക്ക് വന്നാൽ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇനി ആകെയുള്ള ഒരു സാഹചര്യം, ഇനി ഇവിടെ സംവിധാനങ്ങൾ നിലനിൽക്കണം, അല്ലേ, സ്ഥാപനങ്ങൾ ഉണ്ടാവണം, മതപ്രവർത്തനങ്ങൾ സജീവമാവണം. അപ്പോൾ അദ്ദേഹം പിന്നീട് സ്ഥാപനങ്ങളും ഇസ്ലാഹ് പോലെയുള്ള സ്ഥാപനവും സാധനങ്ങളായിട്ട് സ്വകാര്യമായിട്ട് വർക്ക് ചെയ്ത് പിന്നെ പൊതു ഇടത്തിലേക്ക് രംഗത്തേക്ക് സജീവമായിട്ട് മതപ്രവർത്തനമായിട്ട് വരുന്നു. 1926 സമസ്ത പോലെയുള്ള സംഘടന ഉണ്ടാക്കുന്നു. ആ ഒരു തലത്തിലേക്ക് വരുന്നതാണ് നമ്മൾ പാങ്ങൽ ഉസ്താദിൽ കാണുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അന്ന് ശക്തമായ, ഇപ്പം നമ്മൾ കോൺഗ്രസിന്റെ ചരിത്രം തന്നെ നോക്കിയാൽ 1921 മുതൽ 35 വരെ കേരളത്തിൽ കോൺഗ്രസിന് വലിയ അടി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇവിടെ വലിയ പ്രചാരം ഉണ്ടാകുന്നില്ല. അതിന് കാരണം നമ്മൾ കാണുന്നത് ഈ 21-ന്റെ സംഭവം, നമ്മുടെ ഗാന്ധിയും ടീമും വന്നിട്ട് ഇവരെ യുദ്ധത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ചു. ഈവൻ ഷൗക്കത്ത് അലിയൊക്കെ ജിഹാദിന്റെ ആയത്തുകൾ പോലും അതിലേക്ക് സൂചന നൽകിയിട്ടാണ് പ്രസംഗിച്ചത്. ആളുകൾ അതിലേക്ക് ആവേശിതരായി രംഗത്തിറങ്ങി ആദ്യമൊക്കെ അഹിംസയിൽ ഊന്നിയിട്ടാണെങ്കിൽ 2ാം ഘട്ടമാകുമ്പോഴേക്കും ഇത് പിടുത്തം വിട്ടു, കലാപത്തിലേക്ക് ബ്രിട്ടീഷുകാർ എത്തിച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ സംരക്ഷിക്കുന്ന രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടായില്ല. ഗാന്ധി ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചില്ല, ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചില്ല. അതേസമയം അപ്പോൾ ഈ ഒരു പ്രശ്നമായ ഘട്ടത്തിൽ കോൺഗ്രസ് തുടങ്ങിയ സാഹചര്യം കൊണ്ട് കോൺഗ്രസ് തന്നെ, അല്ലെ ഗാന്ധി തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിനെ ഒരു ഔദ്യോഗിക തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരുന്നു. പക്ഷെ അതുണ്ടായില്ല. രണ്ടാമത്തത്, കെ മാധവൻ നായരെ പോലെയുള്ള ഈ ഡുവൽ മെമ്പർഷിപ്പുള്ള ഇന്ത്യൻ കോൺഗ്രസിലും ഹിന്ദു മഹാസഭയിലും ഒക്കെ ഒരേപോലെ മെമ്പർഷിപ്പുള്ള ചില ആളുകൾ കോൺഗ്രസിൽ വർക്ക് ചെയ്തിരുന്നു. അവർ ഭയങ്കര മുസ്ലിം വിരുദ്ധരുമായിരുന്നു. അതുകൊണ്ട് തന്നെ കെ മാധവൻ നായരെ പോലെയുള്ള ആളുകൾ നിരന്തരം ഗാന്ധിക്ക് കത്തെഴുതിയിട്ട് ഇവരേതാ മാപ്പിളമാർ കലാപം ഉണ്ടാക്കി എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഗാന്ധി ഇത് തെറ്റിദ്ധരിച്ചിട്ട് അന്നൊരു യങ് ഇന്ത്യയിൽ ലേഖനം, മലബാർ ലഹളയെ സമരത്തെ എതിർത്തുകൊണ്ടൊരു ലേഖനവും എഴുതിയൊരു ഘട്ടത്തിൽ ഈ സംഭവങ്ങൾ മൊത്തം ഉണ്ടാവുകയും മാത്രമല്ല മാപ്പിളമാർ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ ആര് കാണാണ്? ഇവിടെയുള്ള ഉലമാസ് ഇതൊക്കെ കാണുകയാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് നമ്മളെ ചതിച്ചതാണ് എന്നുള്ള ഒരു വ്യാപകമായ വായന വന്നു. കാരണം ഇത് പെട്ട സ്ഥിതിക്ക്, ഇതിനെ ബ്രിട്ടീഷുകാർ കലാപമാക്കി മാറ്റിയ സ്ഥിതിക്ക് ഇതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഗാന്ധിക്കാർ വരാൻ പറ്റിയതുമില്ല. അപ്പോൾ ഇത് കോൺഗ്രസ് നമ്മെ ചതിച്ചതാണ്, വഞ്ചിച്ചതാണ് എന്നുള്ളൊരു വായന വ്യാപകമായിട്ട് വന്നു. ഈ നമ്മുടെ പാങ്ങലാമാട്ടി മുസ്ലിയാർ അടക്കമുള്ള ആളുകൾക്ക് ഈ നിലപാടായിരുന്നു പിന്നീട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനെ ഓവർകം ചെയ്യാൻ നേതൃത്വമാണ് ഇതിലേക്ക് വലിച്ചിറക്കിയത്. ഞങ്ങൾ പരമാവധി അഹിംസയിൽ ഊന്നിയിട്ടാണ് പോയത്, പക്ഷെ അവർ കലാപാക്കി മാറ്റി. പക്ഷെ അവിടെ ഇടപെടൽ ഉണ്ടാവേണ്ടിയിരുന്നു, ഉണ്ടായില്ല. ആ ഒരു നിലപാടിനെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു ടീം അങ്ങനെ രൂപപ്പെട്ടു. മാത്രമല്ല ഈ 1921 മുതൽ 31 വരെ ഇവർ നാട് കടത്തപ്പെടുന്നവരൊക്കെ തിരിച്ചു വരുന്നത്, വധിക്കപ്പെടാത്തവർ തിരിച്ചു വരുന്നത് 10 വർഷം, 11 വർഷം, 12 വർഷത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ ആ ഒരു രൂക്ഷത 1932 വരെയൊക്കെ അവിടെ നിരന്തരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് ഒരു ഘട്ടം നമ്മൾ 33 ഈ ഒരു ഫത്വ വരുന്നതിന്, ഞാൻ കോണ്ടെക്സ്റ്റ് പറയാണ്, ഫത്വ വരുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് അതായി മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത് 1929-30 ഡിസൊബീഡിയന്റ് മൂവ്മെന്റ് സാധനം വരുന്നുണ്ട്. അതിവിടെ വലിയ അർത്ഥത്തിൽ ഡിസ്കഷൻ വരുന്നുണ്ട്. 30-31 ഘട്ടത്തിലാണ് ഈ ഒരു ചർച്ച വരുന്നുണ്ട് കോൺഗ്രസിനിടയിൽ. അതിൽ ഈ ബാലഗംഗാധര തിലകനെ പോലെയുള്ള കുറേ ലീഡേഴ്സ് ഈ ഒരു മുസ്ലിം വിരുദ്ധ നിലപാട്, ഹിന്ദുത്വ കാഴ്ചപ്പാടുള്ള മുസ്ലിം വിരുദ്ധ നിലപാടൊക്കെ ഉള്ള കുറേ ലീഡേഴ്സ് വരുന്നുണ്ട്. അവരുടെ പല നിലപാടുകളും വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ മുമ്പ് തന്നെ ജിന്നവിടെ മുസ്ലിം ലീഗ്, സർവൈന്ത്യ ലീഗ് ഇതിൽ കോൺഗ്രസിൽ മാത്രം എന്നാൽ ശരിയാവില്ല, നമുക്ക് നമ്മുടെ അവകാശമാണെങ്കിൽ ഒരു മുസ്ലിം ലീഗ് തന്നെ വേണമെന്ന് പറഞ്ഞു വരുന്നു. പിന്നീട് നമ്മുടെ ഇക്ബാൽ അടക്കം അതിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് കോൺഗ്രസിനിടയിൽ, ഇനി ബ്രിട്ടീഷുകാരങ്ങ് പോവുകയാണെങ്കിൽ നമ്മളുടെ ഭരണഘടന എങ്ങനെയാവണം, നിലപാടുകൾ എങ്ങനെയാവണം,
അപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു. ഇപ്പോൾ നെഹ്റു റിപ്പോർട്ട് എന്നാണ് പറയുക. ആ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലും ഇത്തരത്തിലുള്ള കുറേ ഇന്ത്യയിലെ മുസ്ലിം നിലപാടുകളോട് വിരുദ്ധമായിട്ടുള്ള കുറേ സാധനങ്ങളിൽ കയറിക്കൂടി. അതുകൂടെ വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരു മുസ്ലിം മാപ്പിള അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത കോൺഗ്രസിനോട് ശക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ട് പല കാരണങ്ങളാൽ. അപ്പോൾ 1932-33 ആകുമ്പോഴേക്ക് ഈ സാധനങ്ങൾ മൊത്തം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് എന്തുണ്ടാകുന്നത്, ഇതുപോലെയുള്ള ഒരു ഫത്വ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫത്വയുടെ കോണ്ടെക്സ്റ്റ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. ഇനിയോ ഇതിൻ്റെ തുടർച്ച എന്താ ഉണ്ടാകുന്നത്? 1934-35 ആകുമ്പോഴേക്ക് ഇത് ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് മുസ്ലിം ലീഡേഴ്സ് ഉണ്ട്. കോൺഗ്രസ്സിലുള്ള മുസ്ലിം ലീഡേഴ്സിലും ഇതേ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു, സീരിയസ് ആകുന്നു. അപ്പോൾ 1934 തോന്നുന്നുണ്ട് നമ്മുടെ CD സാഹിബ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു, KM മൗലവി കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു. ഇനി എന്ത് വേണം? ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു മുസ്ലിം ലീഗ് വേണം. അങ്ങനെയാണ് 1937 ആകുമ്പോഴേക്ക് സർവ്വ ഇന്ത്യ ലീഗിൻ്റെ ആദ്യത്തെ മലബാർ ഘടകം തലശ്ശേരിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 1934-35 ആകുമ്പോഴേക്ക് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഡേഴ്സ് തന്നെ പ്രധാനപ്പെട്ടവർ CD സാഹിബും ഇവരൊക്കെ ഇതിൽ രാജിവെച്ചിട്ട് അവർ സ്വന്തമായിട്ട് ഇവിടെ സർവ്വ ഇന്ത്യ ലീഗിൻ്റെ ഒരു ഘടകം ഉണ്ടാക്കുന്നു. അപ്പോൾ നേരത്തെ പാങ്ങിൽ പറഞ്ഞതിലേക്ക് തന്നെ ലീഡേഴ്സ് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു രീതിയിലേക്ക് ഒരു വായന. ഏതായിരുന്നാലും പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മളെ AK കോഡൂരൊക്കെ ആംഗ്ല മാപ്ലോ യുദ്ധത്തിൽ പറയുന്ന ഒരു സാധനം, അതിൻ്റെ മറ്റു പ്രൂഫുകളൊന്നും കാണുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് 1937 ആദ്യത്തെ തലശ്ശേരിയിൽ വെച്ചുകൊണ്ട് സർവ്വ ഇന്ത്യ ലീഗിൻ്റെ കേരള ഘടകം മലബാർ ഘടകം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കമ്മിറ്റിയിൽ KM മൗലവിയും ടീമൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ മൊത്തം 10-40 അംഗ എക്സിക്യൂട്ടീവിൽ പാങ്ങലമോട്ടി മുസ്ലിയാരും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ഘട്ടം നമ്മൾ നോക്കിയാൽ പൊതു ഇടത്തിൽ സലഫി 1921 മുതൽ 36 വരെയുള്ള ഒരു ഘട്ടം നോക്കിയാൽ മതി. ഇവിടെ ശക്തമായ സംവാദങ്ങളും പോരാട്ടങ്ങളും ആദർശ വിഷയത്തിൽ നടക്കുന്ന ഒരേ ഘട്ടത്തിൽ പൊതു ഇടത്തിൽ ചേർന്ന് നിൽക്കുന്നതിൻ്റെ രാഷ്ട്രീയപരമായിട്ട് ഒരേ വേദിയിൽ നിൽക്കുന്ന പാങ്ങലിനെയും KM മൗലവിയെയും നമ്മളിവിടെ കാണുകയും ചെയ്യുന്നു. ഓക്കെ, മാത്രമല്ല മറ്റൊന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അണ്ടർ സർവൈലൻസ് ആണ്. മതപരമായിട്ട് ഇവിടെ സംഘടിക്കുകയാണെങ്കിൽ എന്ത് വേണം? ഭരണകൂടത്തോട് ഞങ്ങൾ രാജ്യവിരുദ്ധമല്ലാന്ന് നിരന്തരം തെളിയിക്കണമെങ്കിൽ ഇവിടുത്തെ ഖാൻ ബഹദൂർമാരെ ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിൻ്റെ വിളിച്ചാലേ നടക്കുള്ളൂ. ഇത് നമ്മുടെ സമസ്തയുടെ ആദ്യകാല സമ്മേളനങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിച്ചാൽ കാണാം. അപ്പോൾ സമ്മേളനം നടക്കുന്നിടത്തൊക്കെ ആരുണ്ടാവും? ഒരു കല്ലടിയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഇവിടുത്തെ മഹാജന്മികളുണ്ടായിരിക്കും, ഈ ഖാൻ ബഹദൂർ പട്ടുള്ള. കാരണം അവരെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഭരണകൂടമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി. ഇത് നമ്മളുടെ മാത്രം സാധനമായിരുന്നില്ല. 1931-32 വരെയാണ്. 21 മുതൽ 11 വർഷത്തോളം ഐക്യസംഘം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഐക്യസംഘത്തിൻ്റെ 11 സമ്മേളനങ്ങൾ നോക്കിയാൽ ഒരു 7-8 സമ്മേളനത്തിൽ ലീഡർഷിപ്പ് നൽകുന്നത് ഇവിടുത്തെ ഖാൻ ബഹദൂർമാർ തന്നെയാണ്. അപ്പോൾ 21 ശേഷമുള്ള രാഷ്ട്രീയ ഇവിടുത്തെ സാഹചര്യങ്ങൾ എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഭരണകൂടം അവർ സ്ഥാപിച്ചു കഴിഞ്ഞു പൂർണ്ണമായിട്ട്. അപ്പോൾ അതിനെ മാനിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അന്നത്തെ സാഹചര്യങ്ങളോട് ചേർന്നുകൊണ്ടുള്ള ഫത്വകൾ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഷാ ഒരു ഫത്വ വെച്ചുകൊണ്ട് അന്ന് മഹദൂം 4 നൂറ്റാണ്ട് മുമ്പ് നിലപാട് സ്വീകരിച്ച ഇങ്ങനെയാണ്. ഇപ്പോൾ 4 നൂറ്റാണ്ടിന് ശേഷമുള്ള സമസ്തയുടെ ഫത്വ അത് എതിരല്ല എന്ന് വെക്കുന്നത് അത് എന്തല്ല, യുക്തിയല്ല. ഓരോന്നിനും അതിൻ്റെ സാഹചര്യമുണ്ട്. ആ സാഹചര്യം വെച്ച് നമ്മൾ വ്യത്യസ്തമായിട്ട് പഠിച്ചാൽ നല്ലൊരു ക്ലാരിറ്റി ഇതിൽ വരുന്നതാണ്.